കോൺഗ്രസ്സുകാർക്ക് പൊതുവിൽ സി പി എമ്മുകാരെയും എൽ ഡി എഫിൻ്റെ ആളുകളെയും അതല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ളവരെയും എതിർ പാർട്ടികളിലുള്ളവരെയും എല്ലാം തെറി വിളിക്കാനും അസഭ്യം വിളിക്കാനും യാതൊരുവിധ മടിയുമില്ല. സ്വന്തം നേതാക്കന്മാരെ തന്നെ ഇവർ തെറി വിളിച്ചാണ് ആദ്യം പഠിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇവരുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരെ തെറി വിളിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുക? ഒരവസരം കിട്ടിയാൽ കിട്ടുന്ന വേദിയിലെല്ലാം തെറി വിളിക്കുക എന്നുള്ളത് ഇവരിങ്ങനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ചില അണികളെ പിടിച്ചു നിർത്താൻ തെറിവിളി വേണമെന്ന് തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും രഹസ്യമായി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതാക്കൾക്കുമെതിരെ കടുത്ത അസഭ്യവർഷവുമായിട്ട് എറണാകുളം DCCയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തിയതാണ് ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പറവൂരിൽ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സ്ത്രീകളെ ഉൾപ്പെടെ വേദിയിലിരുത്തിയായിരുന്നു മുഹമ്മദ് ഷിയാസ് ഈ പറയുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള അസഭ്യവർഷവും തെറിവിളിയും നടത്തിയത്. പൊതുജന മധ്യത്തിൽ ആരും ഉപയോഗിക്കാത്ത കടുത്ത പദപ്രയോഗങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ ഷിയാസ് നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുതിർന്ന നേതാവായ VS അച്യുതാനന്ദൻ എന്നിവരെയും ഷിയാസ് വെറുതെ വിട്ടില്ല. കാരണം അവിടെ നിന്ന് കണ്ടിരുന്നവർ തന്നെ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളടക്കമുള്ളവർ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച വരെ കാണാൻ സാധിച്ചു എന്നാണ്. എല്ലാവരും ഒരേ മനസ്സുള്ളവരല്ലല്ലോ. കാരണം ഈ ഷിയാസിനെ പോലുള്ളവരല്ല എല്ലാവരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കോൺഗ്രസിലും ബോധവും വിദ്യയും വിവരവും ഉള്ളവർ ഇഷ്ടംമാതിരി ഉണ്ട്. അതിൽപ്പെട്ട ഈ സ്ത്രീകളും ചെവി പൊത്തിയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ തെറിവിളി കേൾക്കാൻ കഴിയാത്തതുകൊണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ അനുയായിയായ ഷിയാസ് മുമ്പും മുഖ്യമന്ത്രിയെയും CPM നേതാക്കളെയും വലിയ തോതിൽ ആക്ഷേപിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന ആളാണ്. മുൻപ് കോൺഗ്രസിൻ്റെ ദേശീയപാത ഉപരോധത്തിന് നേരെ പ്രതിഷേധിച്ച സിനിമാ താരമായ ജോജു ജോർജിനെ മദ്യപാനി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതും കയ്യേറ്റത്തിന് മുതിർന്നതും ഈ ഷിയാസ് ആണെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ആരെയും ആക്ഷേപിക്കാം, ആരെയും ബഹളം വയ്ക്കാം, ആരെയും എതിർക്കാം. ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്. അതല്ലാതെ തെറിവിളിച്ചും പൊതുസമൂഹത്തിൽ ഇകഴ്ത്തി കാണിച്ചുമല്ല അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. ഒരു ഭാഗത്തു നിന്നും തെറ്റ് സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ സമീപിക്കുക. നിയമപരമായ നടപടികളെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഏത് രാഷ്ട്രീയ നേതാവിനെ, അത് CPM-ൻ്റെ എന്നല്ല, കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, BJP-യുടേതായിക്കോട്ടെ, മുസ്ലിം ലീഗിൻ്റെ ആയിക്കോട്ടെ, SDP-യുടെ ആയിക്കോട്ടെ, ഇവരുടെ ഏത് രാഷ്ട്രീയ നേതാക്കളെയും തെറി വിളിക്കാൻ ആർക്കും ലൈസൻസ് ഒന്നും പ്രത്യേകം തന്നിട്ടില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും കൃത്യമായി നൽകിയിരിക്കുന്ന ഓരോ പൗരധർമ്മങ്ങളും അവകാശങ്ങളും അവൻ്റെ ബോധങ്ങളും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നവരാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത്, വിശേഷിച്ച കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിയമവാഴ്ച കൃത്യമായി നടപ്പിലാക്കേണ്ടത് ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. അത് അവൻ്റെ അവകാശമാണ്. ഇത്തരം സംഭവങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നവരെ പൊതുസമൂഹം കൈയൊഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമോ സംശയമോ ഇല്ല.